ആ പ്രകാശ, നേരം വൈകണ്ട. ഇന്ന് പരീക്ഷയല്ലേ മോനെ? നേരത് എത്രയായി? കൂട്ടുകാർ വരാണ്ടച്ചാ. കൂട്ടുകാര് ആ വക ജാതികളോട് കൂട്ടുകൂടരുതെന്ന് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. നീ എന്താടാ തല ചൊറിഞ്ഞു നിൽക്കുന്നത്? പരീക്ഷാ ഫീസ്. ആ, കണ്ണി കണ്ട കുട്ടികൾക്ക് മിഠായി മേടിച്ചു കൊടുക്കാനാവും. അല്ല അച്ഛാ, ആ, തേങ്ങയൊക്കെ ഉണങ്ങി വീണു തുടങ്ങിയല്ലോ. 8 മണിയായിട്ട് ഇവനൊന്നും കാണാനുമില്ലല്ലോ. ആ, നെക്കടി നീലിപ്പെണ്ണെ, വെളുക്കും കാലത്ത് തന്നെ ഇത്ര പുല്ലേ ഇടുന്നാടി. ഇതാ മൂത്താര് തൊടിയുന്ന. ആർക്കാടി പരസഹായം? പുല്ല് എന്റെ വളപ്പിലുണ്ട് ഇഷ്ടം പോലെ. തമ്പ്രാനെ വഴിമാറ്. ആ പുല്ല് തമ്പ്രാൻ തന്നെ എടുത്താ മതി. അവളുടെ ഒരു തിരക്ക്. ഓള് പൊയ്ക്കോട്ടെ. കോര നിന്റെ പെണ്ണായിരുന്നോ? ആ, പൊയ്ക്കോടി. അല്ലെങ്കിൽ ഓള് പോവും. മൊന്തയും കാടും വെട്ടാൻ മാത്രല്ല അടിയത് ഉപയോഗിക്കാറ്. പണിയുണ്ടമ്പ്ര, പോട്ടെ. അവന്റെ ഒരു നീലി. എടാ, നീ ആ മുണ്ടന്റെ മോനല്ലേ? അതെ അതെ. നിന്റെ അച്ഛൻ എവിടെടാ? അച്ഛൻ പനിയായി വീട്ടിൽ കിടക്കുക. പനിയായി കിടക്കുന്നു. തോട്ടത്തിന്റെ പണി മുടങ്ങിക്കിടന്ന നഷ്ടം എനിക്കാ. നീ ഒരു കാര്യം ചെയ്യ്, നീ വേഗം കയറുത് എങ്ങനെ മോളെ. എനിക്ക് പരീക്ഷ. എന്ത് പരീക്ഷ? നീയൊക്കെ പഠിച്ചിട്ട് എന്ത് നടാനടാ? വാടങ്ങട് അവന്റെ ഒരു പരീക്ഷ. തെങ്ങേറാൻ പേടിയാണ്. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, മാഷേ, നിനക്കൊന്ന് പരീക്ഷയില്ലേ? അതെ. പരീക്ഷ? ഇവനൊക്കെ ഈ പണിയെ പറ്റൂ? അല്ല പിന്നെ എന്ത് പരീക്ഷ? ഇവനൊക്കെ പഠിച്ചിട്ട് എവിടെ എത്താനാ? അവൻ കുട്ടിയാണ്. ലോകമെന്തെന്നറിയാൻ തുടങ്ങുന്നതേയുള്ളൂ. അതിനറിവ് വേണം, പഠിക്കണം. ബാലകൃഷ്ണ, വേഗം സ്കൂളിലേക്ക് വായോ. ഓ, നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുക ഇവനൊക്കെ. ആ, ഇനി ഇവനൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബാലകൃഷ്ണ, ഞങ്ങളുണ്ടാ കളിക്കാൻ? വേണ്ട, നീ പ്രസിഡന്റിന്റെ മോനല്ലേ. അതിനെന്താ? വേണ്ട ഗോപി, ഇവരൊപ്പം കളിച്ച അച്ഛൻ ചീത്ത പറയും. ഇവരൊക്കെ ചെറുമൻ ചെക്കന്മാരാ. എന്താടാ പറഞ്ഞേ? കുട്ടികളെ, നിങ്ങൾ എന്തിനാണ് വഴക്ക് കൂടുന്നത്? നിങ്ങൾ വഴക്ക് കൂടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ജാലവിദ്യ കാണിച്ചു തരാം. അല്ല സുഹൃത്തെ, മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ആരും കാണാനില്ലല്ലോ. അവരൊക്കെ ഇപ്പം ഇങ്ങോട്ട് എത്തും. അതിനു മുന്നേ മാഷുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. എന്താ, കർഷക തൊഴിലാളി പെൻഷന്റെ വല്ല കാര്യമാണോ? അതൊന്നുമല്ല. ഞാൻ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. ചേച്ചിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അതിന് മഞ്ജുള സമ്മതിച്ചോ? അതാണ് പ്രശ്നം. ഞാനിതൊക്കെ ഒരു നേരം പോക്കാണെന്നാണ് വിചാരിച്ചത്. ചേച്ചി നല്ല വാശിയിലാണ്. എങ്കിൽ പിന്നെ ഞാനും വാശിയിലാ.